ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ കോപ്പ ഡെൽ റേയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ലഗാനസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരം സമനിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ റയലിന്റെ അക്കാദമി താരമായ ഗാർഷ്യ നേടിയ ഹെഡർ ഗോളാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ലൂക്ക മോഡ്രിച്ച് അതുപോലെ തന്നെ എൻറിക്ക് എന്നിവർ ഈ മത്സരത്തിൽ ഓരോ ഗോളുകൾ വീതം നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ അവസാനത്തിൽ ഒരു കോൺട്രവേഴ്സി നടന്നിട്ടുണ്ട്. അതായത് റയലിന്റെ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും ലൂക്ക മോഡ്രിച്ചും തമ്മിൽ ഒരു പ്രശ്നം അവിടെ ഉടലെടുത്തിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതായത് മത്സരം അവസാനിക്കാൻ 5 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ മോഡ്രിച്ച് വിനീഷ്യസിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഡിഫൻസിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു മോഡ്രിച്ച് വിനീഷ്യസ് ജൂനിയറോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇത് വിനീഷ്യസ് ജൂനിയർക്ക് പിടിച്ചില്ല. അദ്ദേഹം മോഡ്രിച്ചിനോട് ദേഷ്യപ്പെട്ടു, ചൂടാവുകയും ചെയ്തു. എന്നാൽ ഫെഡെ വാൽവർദെ ഉൾപ്പെടെയുള്ള താരങ്ങൾ അപ്പോൾ തന്നെ ഇതിൽ ഇടപെടുകയും ചെയ്തു. ഫെഡെ വിനീഷ്യസിനോട് പിന്നീട് തർക്കിക്കുന്നത് കാണാം. മോഡ്രിച്ചിനെ പോലെയുള്ളവരെ ബഹുമാനിക്കേണ്ടതുണ്ട്, അദ്ദേഹം പറയുന്നത് കേൾക്കേണ്ടതുണ്ട് എന്ന് ഫെഡെ വാൽവർദെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും വിനീഷ്യസ് ജൂനിയർക്ക് പിടിച്ചിരുന്നില്ല. മത്സരം അവസാനിച്ച ഉടൻ തന്നെ അദ്ദേഹം കളിക്കളം വിട്ടു എന്നുള്ളതാണ് വസ്തുത. താരങ്ങളോടൊപ്പം ആ ഒരു വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ വിനീഷ്യസ് ജൂനിയർ സമ്മതിച്ചിരുന്നില്ല. അതിനു മുന്നേ അദ്ദേഹം കളിക്കളം വിടുകയായിരുന്നു. ഏതായാലും റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഈ വിഷയത്തിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഡ്രിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോഡ്രിച്ചും വിനീഷ്യസും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ മോഡ്രിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും മോഡ്രിച്ചിനോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിനീഷ്യസും മോഡ്രിച്ചും തമ്മിലുള്ള ഈ ഒരു സൗന്ദര്യ പിണക്കം അത് റയൽ മാഡ്രിഡ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വിജയം നേടാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും റയലിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.